കപ്പലപകടത്തെ തുടർന്നുണ്ടായ ആശങ്ക ദൂരീകരിക്കണമെന്ന് അഴീക്കൽ ഹാർബറിലെ മത്സ്യത്തൊഴിലാളികളും ബോട്ട് ഉടമകളും ആവശ്യപ്പെടുകയാണ്. മീൻ കഴിക്കാൻ ജനങ്ങൾ മടിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ വേണം. ട്രോളിംഗ് നിരോധനം കൂടി വന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശങ്കയുണ്ട് എന്നതാണ് അവർ പറയുന്നത്. അഭിജിത്ത് മുഴക്കുന്നിന്റെ റിപ്പോർട്ട്. അഴീക്കൽ പോർട്ടിൽ നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് ചരക്ക് കപ്പലിന് തീപിടിച്ചത്. അതിനു പിന്നാലെ ആദ്യഘട്ടത്തിൽ ഈ പ്രദേശവാസികൾക്കൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അത്തരം ആശങ്കയ്ക്ക് ഒരു സാഹചര്യമില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് അഴീക്കൽ ഹാർബറിലാണ്. ഇവിടെ നമുക്കൊപ്പം ഇപ്പോൾ ബോട്ട് ഉടമകളും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും ഒക്കെ ചേരുന്നുണ്ട്. ഇപ്പോൾ തുടർച്ചയായി 2 കപ്പൽ അപകടങ്ങളുണ്ടായി. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ? നമുക്ക് പിന്നെ ഒരുപാട് ആശങ്കയിലുള്ളത്. അപ്പോൾ അതിൽ എന്തെല്ലാം രാസപദാർത്ഥങ്ങളുള്ളതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് സംശയം നമുക്ക് ദൂരീകരിക്കണമല്ലോ. എന്നാലിപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന മത്സ്യങ്ങൾ അത് മറ്റുള്ള ആൾ ഉപയോഗിക്കണ്ടേ. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്കിത് കൊണ്ടുവന്ന വില കിട്ടില്ല. പക്ഷേ നമുക്കിപ്പോൾ ട്രോളിംഗ് നിരോധനമായി. മത്സ്യം കഴിക്കുന്നതിനെ കൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നിട്ടും ഈ മത്സ്യം വാങ്ങാൻ വരുന്നവർക്ക് ചെറിയ ആശങ്കയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ആശങ്കയുണ്ടാവില്ലേ? പിന്നെ രാസപദാർത്ഥങ്ങളും മറ്റേ ഇതെല്ലാം ഇതിലായി കഴിഞ്ഞാൽ വാങ്ങിക്കും ആൾ. ട്രോളിംഗ് നിരോധനം പേര് ഇപ്പോൾ കട്ടപ്പകയാണ് പണീൻ്റെ ഇതായില്ലേ. ഇപ്പോൾ ആദ്യം ഒന്ന് പോയിട്ട് തന്നെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ 2 പോയ അവസ്ഥയ്ക്ക് നാട്ടുകാർ ഏത് രീതിയിൽ പ്രതികരിക്കുന്നത് ഭയങ്കര വിഷമമല്ലേ. കാരണം ഇപ്പോൾ പണിയെടുക്കും. ഇപ്പോൾ ഒന്നിൽ തന്നെ അതുകൊണ്ട് മീനിന് നല്ല വില പറഞ്ഞു. രണ്ടാമത്തെ മറ്റത്തും കൂടെ പോയ സമയത്ത് നോക്കുമ്പോൾ സ്വന്തം പിടിച്ചിട്ട് മീൻ കൊണ്ടേണ്ടതാണ്. ഞാൻ ഇപ്പോൾ ഒരു സംശയമുണ്ട് എന്താ. പിന്നെ ട്രോളിംഗ് നിരോധനം എല്ലാം വെച്ച് കെട്ടാൻ തുടങ്ങി. നാളെ മുതൽ എവിടെ പോകുന്നതായി ചിന്തിക്കുക. നേരത്തെ പോർട്ട് ഓഫീസറൊക്കെ പറഞ്ഞത് ഇവിടത്തേക്ക് ഈ കണ്ടെയ്നറുകളൊന്നും വരില്ല എന്നുള്ളതാണ്. അതൊരു ആശ്വാസമായിട്ടുള്ളൊരു കാര്യമല്ലേ? അതിപ്പം വെള്ളത്തിൻ്റെ ഒഴുക്ക് തെക്കോട്ടേക്കാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒഴുക്കിനനുസരിച്ചിട്ട് കപ്പലിൻ്റെ ഇതും അങ്ങോട്ട് നീങ്ങുന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ കണ്ടെയ്നർ അപകടത്തിനെ പറ്റി അത്ര വലിയ പ്രശ്നങ്ങൾ. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര ആശങ്കയുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ ട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കണ്ടെയ്നറുകളൊന്നും ഈ ഭാഗത്തേക്ക് വരില്ല എന്നുള്ളതാണ് പോർട്ട് ഓഫീസറൊക്കെ വ്യക്തമാകുന്നത്. തെക്ക് കിഴക്ക് ദിശയിലേക്കാണ് കണ്ടെയ്നറുകൾ ഒഴുകുന്നത്. അതിനാൽ നിലവിൽ ആ രീതിയിലുള്ള ഒരു ആശങ്ക ഇവിടുത്തുകാരെ സംബന്ധിച്ച് ഇല്ല. റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.